കേരളത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു സമരമുഖം അല്ലെങ്കിൽ സമരമുഖം നയിക്കേണ്ടത് യൂത്ത് കോൺഗ്രസും KSU ഒക്കെ തന്നെയാണ്. അപ്പൊ അവിടെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം പോലും രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു സൂചന നൽകിയത് അബിൻ വർക്കിയുടെ പേര് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആംഗ്യമാണ് അദ്ദേഹം കാണിച്ചത്. രമേശ് ചെന്നിത്തലയ്ക്ക് അതേക്കുറിച്ച് കാര്യമായ സൂചനകൾ ഉണ്ടാവില്ല. കാരണം അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഇനി മാറി സംസ്ഥാനത്ത് വന്നതിൽ പിന്നെ കാര്യമായ ഗ്രിപ്പ് ഹൈക്കമാൻഡിന്റെ മേലില്ല. VD സതീശന് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഭാഗ്യത്തിന് ഇവിടുത്തെ ചുമതലക്കാരൻ പ്രതിപക്ഷ നേതാവായത് മാത്രമാണ്. അങ്ങനെയെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ MLA-മാരാകുന്ന ആളുകളെ തെരഞ്ഞെടുക്കുന്ന വേളയിൽ തന്നെ KC വേണുഗോപാലിനോട് കൂറ് പുലർത്തുന്ന വലിയൊരു വിഭാഗം ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കുകയും അങ്ങനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി സാധാരണഗതിയിൽ എങ്ങനെയാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഏത് വ്യക്തിക്കാണോ കൂടുതൽ പേരുടെ പിന്തുണ ആർജിക്കാൻ കഴിയുന്നത് ആ വ്യക്തി സ്വീകരിക്കപ്പെടുകയാണ്, ഹൈക്കമാൻഡാൽ സ്വീകരിക്കപ്പെടുക എന്നതാണ് പൊതുതത്വം. കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവിൻ്റെ സെലക്ഷനിൽ അങ്ങനെയല്ല സംഭവിച്ചതെങ്കിൽ പോലും പൊതുവെ അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ KC വേണുഗോപാൽ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ, ആലപ്പുഴയിലോ എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ, വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇനി മത്സരിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നതിന് തെറ്റില്ല. 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച് സഭയിൽ വന്നാൽ മതിയാകും. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ വളരെ സജീവമായി ഇപ്പോൾ പരിഗണിക്കുന്നു.